കാനഡയിലെ സ്ഥിരതാമസത്തിനുള്ള നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിലാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. ഇനി മുതൽ അപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ മെഡിക്കൽ പരിശോധനകൾ നടത്തണം. 2025 ഓഗസ്റ്റ് 21 മുതൽ ഇത് നിർബന്ധമാണ്. ഇതിനു മുൻപ് അപേക്ഷിച്ച ശേഷം IRCC ആവശ്യപ്പെടുമ്പോഴാണ് മെഡിക്കൽ പരിശോധന നടത്തിയിരുന്നത്. ഇപ്പോൾ അത് മാറി. എക്സ്പ്രസ് എൻട്രി വഴി അപേക്ഷിക്കുന്ന എല്ലാവരും അവരുടെ കുടുംബാംഗങ്ങളും മെഡിക്കൽ പരിശോധന നടത്തണം. IRCC അംഗീകരിച്ച ഡോക്ടർമാർ മാത്രമേ പരിശോധന നടത്താൻ പാടുള്ളൂ. ഓരോരുത്തർക്കും ഏകദേശം $140 മുതൽ $250 വരെയാണ് ചെലവ് വരിക. 2025 ഓഗസ്റ്റ് 21 മുൻപ് അപേക്ഷിച്ചവർ പഴയ രീതി തുടർന്നാൽ മതി. IRCCയിൽ 2026 പുതിയ 3 എക്സ്പ്രസ് എൻട്രി വിഭാഗങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്നുണ്ട്. 2025 സെപ്റ്റംബർ 3 വരെ അഭിപ്രായം അറിയിക്കുക. ആ 3 വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നേതൃത്വ വിഭാഗം ഉയർന്ന ഉദ്യോഗസ്ഥരെയും മാനേജർമാരെയും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ വിഭാഗം. മറ്റൊന്ന് ഗവേഷണ വിഭാഗം, ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കുമുള്ള വിഭാഗമാണിത്. മൂന്നാമത്തേത് ദേശീയ സുരക്ഷാ വിഭാഗം, സൈനിക ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ളതാണ് ഈ വിഭാഗം. കാനഡയുടെ സാമ്പത്തിക ശേഷി കൂട്ടാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും രാജ്യസുരക്ഷ ഉറപ്പാക്കാനുമാണ് ഈ പുതിയ വിഭാഗങ്ങൾ ലക്ഷ്യമിടുന്നത്. 2025 3,95,000 പേർക്ക് PR നൽകും. അതിൽ 2,32,150 പേർക്ക് സാമ്പത്തികപരമായ കാര്യങ്ങൾ പരിഗണിച്ചും 94,500 പേർ കുടുംബപരമായ കാര്യങ്ങൾ പരിഗണിച്ചും PR നൽകും. 68,350 പേർ അഭയാർത്ഥികളായും വരും. 2026 3,80,000 പേർക്കാണ് PR നൽകുക. അതിൽ 2,29,750 പേർക്ക് സാമ്പത്തികപരമായ കാര്യങ്ങൾ പരിഗണിച്ചും 88,000 പേർക്ക് കുടുംബപരമായ കാര്യങ്ങൾ പരിഗണിച്ചും PR നൽകും. 62,250 പേർ അഭയാർത്ഥികളായും വരും. 2027 3,65,000 പേർക്ക് PR നൽകും. അതിൽ 2,25,350 പേർ സാമ്പത്തികപരമായ കാര്യങ്ങൾ പരിഗണിച്ചും 81,000 പേർക്ക് കുടുംബപരമായ കാര്യങ്ങൾ പരിഗണിച്ചും PR നൽകും. 58,650 പേർ അഭയാർത്ഥികളായും വരും. 2025 PR കിട്ടുന്നവരിൽ 40% ആളുകളും കാനഡയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോ ജോലി ചെയ്യുന്നവരോ ആയിരിക്കും. PNPയുടെ എണ്ണം സർക്കാർ കുറച്ചിട്ടുണ്ട്. 2025 ഇത് 50% കുറയും. അതായത് 5,50,000 ഉണ്ടായിരുന്നത് 1,20,000 കുറയും. ഇത് എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കും. ആരോഗ്യ സംരക്ഷണം, വിദഗ്ധ തൊഴിലാളികൾ, സാങ്കേതിക വിദ്യ തുടങ്ങിയ പ്രധാന മേഖലകൾക്കാണ് പ്രവിശ്യകൾ ഇപ്പോൾ കൂടുതൽ മുൻഗണന നൽകുന്നത്. 2025 ജൂലൈ 29 മുതൽ സൂപ്പർ വിസയുടെ വരുമാന പരിധി ഏകദേശം 4% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സൂപ്പർ വിസ ഉപയോഗിച്ച് മാതാപിതാക്കൾക്കും മുത്തശ്ശന്മാർക്കും ഓരോ സന്ദർശനത്തിനും 5 വർഷം വരെ കാനഡയിൽ താമസിക്കാം. എക്കണോമിക് മൊബിലിറ്റി പാത്വേസ് പൈലറ്റ് 2025 ഡിസംബർ 31 അവസാനിക്കും. അതിനു മുൻപ് ഒരു പുതിയ സ്ഥിരം പദ്ധതി തുടങ്ങാൻ കാനഡ ആലോചിക്കുന്നുണ്ട്. ഈ പദ്ധതി വഴി 2018 മുതൽ ഏകദേശം 970 അഭയാർത്ഥികൾക്ക് കാനഡയിൽ സ്ഥിരതാമസമാക്കാൻ കഴിഞ്ഞിരുന്നു. IRCCയുടെ 2025-26 വർഷത്തിലെ പ്രധാന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കൃഷി, മത്സ്യബന്ധനം എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾക്ക് പുതിയ തൊഴിൽ വിസ കാനഡ ആലോചിക്കുന്നുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് ഉള്ളവരുടെ പഠന മേഖലകൾക്ക് അനുസരിച്ച് ജോലി നൽകാനുള്ള നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ ആലോചിക്കുന്നുണ്ട്. സ്പോർട്സിൽ ഓപ്പൺ വർക്ക് പെർമിറ്റിനുള്ള അപേക്ഷകരുടെ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 2026-28 കുടിയേറ്റ നിയമങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നതിനെ കുറിച്ച് കാനഡ പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ തേടിയിരുന്നു. താൽക്കാലിക താമസക്കാരുടെ എണ്ണം 2027 5% താഴെയായി കുറക്കുക. സ്ഥിരതാമസത്തിനുള്ള അപേക്ഷകൾ 1 വർഷം ജനസംഖ്യയുടെ 1% താഴെയായി നിലനിർത്തുക. ക്യൂബക്കിന് പുറത്ത് ഫ്രഞ്ച് സംസാരിക്കുന്നവരുടെ കുടിയേറ്റം 2029 12% ഉയർത്തുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. ഈ മാറ്റങ്ങൾ കാനഡയുടെ പുതിയ തന്ത്രപരമായ നീക്കങ്ങളാണ്. രാജ്യത്ത് ഇതിനോടകം ഉള്ളവരെയും തൊഴിൽ കമ്പോളത്തിലെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നവരെയും ജനസംഖ്യ വളർച്ചയെയും സാമൂഹിക സാഹചര്യങ്ങളെയും പരിഗണിച്ച് കുടിയേറ്റം കൂടുതൽ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കാനാണ് ലക്ഷ്യമിടുന്നത്.